നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. വാഹനം വാടകയ്ക്ക് കൊടുക്കുന്ന ഇടനിലക്കാരാണ് പിടിയിലായത്. സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് ആലുവ KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. അവിടെയുണ്ടായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഇങ്ങനെ ഒരു സംഭവം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമാനമായ രീതിയിൽ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ദുരൂഹത എന്തെന്നാൽ ഇതുവരെയായും യുവാവിനെ കാണുന്നില്ല എന്നും ഈ സംഭവത്തിനെതിരെയും ആരും പരാതിയുമായി എത്തിയിട്ടില്ല. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കസ്റ്റഡിയിലെടുത്ത 2 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആരാണ് ഇവരിൽ നിന്നും വാഹനം വാടകയ്ക്കെടുത്തതെന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് അന്വേഷിക്കുക. തട്ടിക്കൊണ്ടുപോയ വാഹനം തിരുവനന്തപുരത്ത് വെച്ചാണ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. പ്രദേശത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ ഏത് യുവാവിനെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇതുവരെയും വ്യക്തമല്ല. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞത് പ്രകാരം അവരുടെ മൊഴികൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞങ്ങൾ ഒറ്റയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 3-4 പേര് കൂടി ഒരാളെ കാറിലേക്ക് വലിച്ച് കയറ്റുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ ഓടി വന്നപ്പോഴേക്കും വണ്ടി വിട്ടുപോയി. പിന്നെ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ നമ്പറില്ലാത്തതുകൊണ്ട് 112ലേക്ക് വിളിച്ചു പറഞ്ഞ് ഒരു 15 മിനിറ്റിനുള്ളിൽ എല്ലാ സാറന്മാരോടെ വന്ന് നമ്മളടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,